എൻ്റെ ചെറിയ ഏജിൽ എനിക്ക് കുക്കിംഗ് ഭയങ്കര ഇഷ്ടമാണ്. ഓക്കെ കുക്കിംഗ് നന്നായിട്ട് ഞാൻ ചെയ്യുമായിരുന്നു. ഓക്കെ അപ്പോൾ എൻ്റെ ഉമ്മയുടെ അനിയത്തിമാരൊക്കെ നന്നായിട്ട് ഫുഡ് ഉണ്ടാക്കും. ഒരുപാട് ഈസിയാണെന്ന് കരുതിയിട്ട് ബിസിനസ്സിൽ ഇറങ്ങിയ ആളല്ല ഞാൻ. ഓക്കെ എനിക്ക് നേരത്തെ തന്നെ എൻ്റെ ഉപ്പ ഒരു ബിസിനസ്സുകാരനായിരുന്നു. ഓക്കെ അതുകൊണ്ട് തന്നെ അറിയാം ഒരുപാട് സ്ട്രഗിൾ ചെയ്യേണ്ടി വരും, ഒരുപാട് ഉയർച്ചയും താഴ്ചയും ഉണ്ടാവും. അപ്പോൾ എന്ത് വന്നാലും നേരിടുന്നില്ല ആ ഒരു തീരുമാനത്തോടു കൂടി തന്നെയാണ് ഇതിലേക്ക് ഇറങ്ങിയത്. മകൻ്റെ ബർത്ത്ഡേൻ്റെ ടൈമിലാണ് ഞാൻ ആദ്യമായിട്ടൊരു കേക്ക് ഉണ്ടാക്കുന്നത്. മകനും കൂടെ ഒരുമിച്ചാണ് പഠിച്ചത് എന്നുള്ളത് അതുള്ളതാണോ? ഉള്ളതാണ്. ആണോ? മകന് കോളേജ് ഡിഗ്രിക്ക് പഠിക്കുന്ന ടൈമിൽ അവൻ്റെ കോളേജ് ക്യാമ്പസിനകത്ത് തന്നെ എനിക്കൊരു സീറ്റ് കിട്ടി. അവൻ ബോയ്സ് ഹോസ്റ്റലിൽ, ലേഡീസ് ഹോസ്റ്റലിൽ. ആദ്യമൊക്കെ ഒരു ചമ്മലുണ്ടായിരുന്നു ക്യാമ്പസിനകത്തോട്ട് കയറുമ്പം. ഓക്കെ അവൻ്റെ ഫ്രണ്ട്സൊക്കെ ഉണ്ടാവില്ല. പക്ഷെ പിന്നീട് അവൻ്റെ തന്നെ ഫ്രണ്ട്സ് എൻ്റെ അടുത്ത സുഹൃത്തുക്കൾ പോലെയായി. ഇല്ല, ആദ്യം ദുബായ് മാർക്കറ്റിനെ കുറിച്ചിട്ട് ആലോചിച്ചിട്ടില്ല. ഓക്കെ പിന്നെയാണ് ഇങ്ങോട്ട് വരുന്നതും ഇവിടെ സ്റ്റാർട്ട് ചെയ്തതും. ആദ്യത്തെ ലോഗോ ഞാൻ ഇതുപോലെ സ്കാർഫ് ചെയ്തിട്ടുള്ളതാണ്. ഇപ്പോൾ രണ്ടാമത്തത് കണ്ടിട്ടുണ്ടാവുമല്ലോ, അങ്ങനെയല്ല, ഒരു ടർബൻ കെട്ടിയിട്ടുള്ള അങ്ങനെയാണ്. അപ്പോൾ പാക്കിങ്ങും കംപ്ലീറ്റ് ചേഞ്ച് ചെയ്തു. ബേക്കിംഗ് രംഗത്ത് തൻ്റെ ഒരു പൊൻതൂവൽ ചാർത്തിയ സ്ത്രീ, അവരുടെ സ്വന്തം കോൺഫിഡൻസ്, ഡിറ്റർമിനേഷൻ, ബിലീഫ് ആൻഡ് സ്ട്രെങ്ത്, അത് അവരെ ഇന്ന് കൊണ്ടെത്തിച്ചിരിക്കുന്നത് UAE മണ്ണിലാണ്. ദ ഫേമസ് ബേക്കർ ഫസ്മി ജന്നത്ത് ബേക്സ്. നമസ്കാരം ഇത്ത. നമസ്കാരം നവ്യ. കാസർഗോഡ് ജില്ലയിലെ പടന്ന എന്ന് പറഞ്ഞ ഗ്രാമത്തിൽ നിന്നും ഇവിടെ UAE മണ്ണിൽ യു സ്റ്റാർട്ടഡ് ടു ബിൽഡ് ആൻ എംപയർ. അത് ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയുന്നത് നമ്മുടെ സ്വന്തം ക്രീം ബണ്ണിൻ്റെ താത്ത എന്ന പേരിലാണ്. താത്താൻ്റെ ക്രീം ബണ്ണ് അല്ലെങ്കിൽ ക്രീം ബണ്ണിൻ്റെ താത്ത എന്ന് പറഞ്ഞാൽ ഇവിടെ UAE ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയുന്നതാണ്. സോ ഹൗ യു ആർ ഫീലിംഗ് യുവർ സെൽഫ് ഇത്ത? ഞാൻ കാസർഗോഡ് ജില്ലയിൽ പടനയിലാണ്. തൃക്കരിപ്പൂരാണ് ഇപ്പോൾ വീടെടുത്തിരിക്കുന്നത്. 2022 ഞാനിവിടെ UAE വന്നത്. 2022 ഇങ്ങോട്ടേക്ക് വരുന്നത്, UAE എത്തുന്നത്. അവിടെ നിന്ന് കയറുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ പഠനയിൽ ഇങ്ങോട്ടേക്ക് വരുന്ന സമയത്ത് തന്നെ ഇവിടെ വന്നിട്ട് ഇങ്ങനൊരു ക്രീം ബൺ ചെയ്യണം എന്നുള്ളൊരു മൈൻഡിലാണോ വരുന്നത്? അതെ, ഇവിടെ ബിസിനസ് എന്നുള്ള രീതിയിലേക്ക് തന്നെ വന്നതാണ് ദുബായിലോട്ട്. ഓക്കെ, ദുബായിയുടെ മാർക്കറ്റിൽ അല്ലെങ്കിൽ ദുബായിയുടെ മണ്ണിലൊരു ബിസിനസ് എന്ന മൈൻഡോട് കൂടിയിട്ടാണ് ഇങ്ങോട്ടേക്ക് വരുന്നത്. എങ്ങനെയാണ് ബേക്കിംഗ് രംഗത്തേക്ക് എത്തുന്നത്? എൻ്റെ ചെറിയ ഏജിൽ എനിക്ക് കുക്കിംഗ് ഭയങ്കര ഇഷ്ടമാണ്. ഓക്കെ കുക്കിംഗ് നന്നായിട്ട് ഞാൻ ചെയ്യുമായിരുന്നു. ഓക്കെ അപ്പോൾ എൻ്റെ ഉമ്മയുടെ അനിയത്തിമാരൊക്കെ നന്നായിട്ട് ഫുഡ് ഉണ്ടാക്കും, നല്ല ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കും. അപ്പോൾ അവരുടെയൊക്കെ കണ്ടു, ആ സമയം പഠിച്ച് അങ്ങനെ. പിന്നെ മകൻ്റെ ബർത്ത്ഡേൻ്റെ ടൈമിലാണ് ഞാൻ ആദ്യമായിട്ടൊരു കേക്ക് ഉണ്ടാക്കുന്നത്. അതിൽ ഞാനൊരു രസകരമായൊരു കാര്യം കേട്ടിട്ടുണ്ടായിരുന്നു, ആളും മകനും കൂടെ ഒരുമിച്ചാണ് പഠിച്ചത് എന്നുള്ളത്. അതുള്ളതാണോ? ഉള്ളതാണ്. ആണോ? ഓക്കെ. അത് ഒരുപാട് രസകരമായിട്ടുള്ള എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഉണ്ടായി കാണുമല്ലേ? അതായത് മകന് കോളേജ് ഡിഗ്രിക്ക് പഠിക്കുന്ന ടൈമിൽ അവൻ്റെ കോളേജ് ക്യാമ്പസിനകത്ത് തന്നെ എനിക്കൊരു സീറ്റ് കിട്ടി. അതായത് ട്രെയിനിങ്ങോട് കൂടി പഠിക്കാൻ വേണ്ടി വർക്ക് ചെയ്യുന്നതോടുകൂടി തന്നെ പഠിക്കുകയും ചെയ്യാം. അങ്ങനെ ഒരു അവസരം എനിക്ക് കിട്ടി. ആ മകൻ്റെ പിറന്നാളിന് ഉണ്ടാക്കുന്ന ഒരു കേക്കിൽ നിന്നാണ് ഈ ഒരു സംരംഭം അല്ലെങ്കിൽ ഈ ഒരു ബിസിനസ് എന്നുള്ളൊരു ഐഡിയ വരുന്നത്. മകൻ്റെ പിറന്നാളിന് ജസ്റ്റ് ഉണ്ടാക്കിയെന്നേ ഉള്ളൂ. ആ ഒരു സമയം എനിക്ക് ഇതിനോട് അങ്ങനെ ഭയങ്കര ഒരു പാഷൻ വന്നിട്ടില്ല. പിറന്നാൾ ടൈമിൽ എനിക്കൊന്ന് കൈരളി TV-യിൽ ലക്ഷ്മി നായർ അവരുടെ ഒരു കുക്കിംഗ് ഷോ കണ്ടു. അതിലൊരു ചോക്ലേറ്റ് കേക്കിൻ്റെ ഇത് ചെയ്യുന്നുണ്ടായി അവർ. അങ്ങനെ അത് കണ്ടിട്ടാണ് ഞാൻ ആദ്യമായിട്ട് കേക്ക് ഉണ്ടാക്കിയത്. മറ്റേ ഡയറി മിൽക്ക് ചോക്ലേറ്റ് മെൽറ്റാക്കി മുകളിൽ വെച്ച് ചോക്കോ സ്റ്റിക്കിനെ കൊണ്ട് പേരൊക്കെ എഴുതിയിട്ട് ആദ്യമായിട്ട് കേക്ക് ഉണ്ടാക്കിയത് അങ്ങനെയാണ്. ഓക്കെ, ഒരു TV ഷോ കണ്ടിട്ട് തുടങ്ങിയതാണ്. അതെ. ഇന്ന് എന്നിട്ട് അവിടെ നിന്ന് അത് കണ്ടു, ഇഷ്ടപ്പെട്ടു, എനിക്ക് ഇങ്ങനെ ഒരു കാര്യമുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ടാണ് പിന്നീട് അവിടെ നിന്ന് കുറേ കഴിഞ്ഞപ്പോൾ അത് പിന്നെ ഇടയ്ക്ക് അനിയത്തിമാരുടെ കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കും. പിന്നീട് നാട്ടിൽ ചെറിയൊരു ബേക്കിംഗ് ക്ലാസ് വന്നു. ഒരു ഹോം ബേക്കറുടെ ക്ലാസ് ഉണ്ടായിരുന്നു. അപ്പം അനിയൻ്റെ വൈഫ് എന്നെ ആദ്യമായിട്ട് നിർബന്ധിച്ചിട്ടാണ് എന്നെ ക്ലാസ്സിന് കൊണ്ടുപോയത്. ഓക്കെ. എനിക്ക് ആ സമയം വലിയ ഇൻട്രസ്റ്റ് ഉണ്ടായില്ല. ഓക്കെ. ആ ക്ലാസ്സിന് പോയി വന്ന് പിന്നെ അതിൻ്റെ പരീക്ഷണങ്ങളൊക്കെയായി അന്ന് തുടങ്ങിയതാണ്, ഞാൻ നിർത്തിയിട്ടില്ല. ഈ അങ്ങനെയാണോ മകൻ്റെ കോളേജിൽ തന്നെ അഡ്മിഷൻ എടുക്കുന്നത്? അങ്ങനെ ഞാൻ പിന്നെ ഡെയിലി ഓരോ പരീക്ഷണങ്ങൾ നടത്തും. ആ ക്ലാസ്സിന് ഉണ്ടായിരുന്നതും പിന്നെ അതിനുശേഷം വീണ്ടും ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്തു.
കേക്ക് ഉണ്ടാക്കാൻ തുടങ്ങി, ഫ്രണ്ട്സ് എന്നോട് വാങ്ങിക്കാൻ തുടങ്ങി, പിന്നെ ഫ്രണ്ട്സിൻ്റെ ഫ്രണ്ട്സ്, അവരുടെ ഫാമിലി, അങ്ങനെ ഇങ്ങനെ പോയി. കുറച്ച് നാൾ ചെയ്തപ്പോൾ എനിക്ക് തോന്നി എൻ്റെ ഇൻസ്റ്റാഗ്രാമും പേജിൽ പോസ്റ്റ് ചെയ്യുമല്ലോ, എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ ഫോട്ടോസൊക്കെ നോക്കുമ്പോൾ എനിക്ക് തന്നെ സ്വയം തോന്നി എല്ലാവരും ചെയ്യുന്നത് തന്നെയാണ് ഞാനും ചെയ്യുന്നത്, എല്ലാ ബേക്കേഴ്സും ഹോം ബേക്കേഴ്സും ചെയ്യുന്നുണ്ട്, അത് തന്നെ ഞാനും ചെയ്യുന്നത്. ഒന്നും വ്യത്യസ്തമായിട്ടൊന്നുമില്ല, പുതിയതായിട്ടൊന്നുമില്ല. ടേസ്റ്റും ഒക്കെ എല്ലാവരും വ്യത്യസ്തമായ ടേസ്റ്റിൽ ചെയ്യുന്നുണ്ട്, അത് എത്ര ബെറ്റർ ആക്കാൻ പറ്റും എനിക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. അതല്ലാതെ പുതിയതായിട്ടൊന്നുമില്ല. എനിക്ക് കൂടുതൽ ഒന്നുകൂടി പഠിക്കണം എന്ന് തോന്നി. അപ്പോൾ പിന്നെ കൊച്ചിയിൽ ആദ്യം ഒരു ക്ലാസ്സിന് പോയി, വീണ്ടും ഒരാഴ്ചത്തെ ക്ലാസ്സിന് പോയി. തിരിച്ചു വന്നിട്ട് വീണ്ടും ഞാൻ ബേക്കിംഗ് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ എൻ്റെ ഒരു മാറ്റം വന്നു. പേജിലെടുത്ത് കുറച്ചും കൂടി മറ്റുള്ളവരെക്കാളും നമുക്കത് ഉണ്ടാവുമല്ലോ എന്തായാലും, എല്ലാവരും ചെയ്യുന്നതിനേക്കാളും കുറച്ച് ചെയ്യാൻ പറ്റണം എന്നുള്ളത് കുറച്ചൊരു മാറ്റം വന്നു. പിന്നെ എനിക്ക് മനസ്സിലായി അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കണം എന്നുള്ളത് കാര്യമില്ല എന്ന് മനസ്സിലായി. അപ്പോൾ ഓരോ വർഷവും ഇതുമാതിരി ക്ലാസ് ഇവിടെ വന്നു കഴിഞ്ഞാലും ഒരു 1 വീക്കോ 2 വീക്കോ പോയി നിന്നിട്ട് പഠിച്ചിട്ട് വരും. അതൊക്കെ പഠിച്ചതൊക്കെ കേക്ക് ഡിസൈനിങ് ആയിരുന്നു. ഫ്ലേവേഴ്സ് ഓൾറെഡി എനിക്കറിയാം ചെയ്യാൻ, പഠിച്ചതൊക്കെ കേക്ക് ഡിസൈൻ ആയിരുന്നു. അപ്പോൾ അത് ഒന്നും കൂടി നല്ല ബെറ്ററായിട്ട് വന്നപ്പോൾ പിന്നെ വീണ്ടും എനിക്കൊരു ഡൗട്ട് വന്നു. അതായത് എന്നാലും എന്തോ ഒരു പോരായ്മ, നമുക്കൊരു സ്വയം ഫീൽ ചെയ്യില്ലേ, സാറ്റിസ്ഫാക്ഷൻ ലെവലിലേക്ക് വരുന്നില്ല, എന്തോ ഒരു പോരായ്മ എനിക്ക് ഫീൽ ചെയ്തു, ഒരു കംപ്ലീറ്റ് ആവാത്ത പോലെ. അപ്പം ഞാൻ മകനോട് സംസാരിച്ചു ഇതിനെക്കുറിച്ചിട്ട്. എനിക്ക് കംപ്ലീറ്റ് ബേക്കറാവണം, എല്ലാം പഠിക്കണം, അതായത് ഷെഫാവണം. മകനോട് പറഞ്ഞപ്പം എനിക്ക് തോന്നുന്നു ഞാൻ ഒരുപാട് ഇതിനെക്കുറിച്ച് പഠിപ്പിക്കുന്ന കുറേ അക്കാഡമിക്കായിട്ട് ബന്ധപ്പെട്ടു. ആ സമയം അവരൊക്കെ വലിയ ഫീസ് പറഞ്ഞു. അപ്പം ആ ഒരു സിറ്റുവേഷനിൽ എനിക്ക് അത്രയും ഫീസ് കൊടുക്കാൻ പറ്റില്ല, അഫോർഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അവന് പിന്നെ BSc MLT പഠിക്കുന്ന സമയമാണ്. അപ്പോൾ ആ ഒരു സമയത്ത് അവൻ്റെ അടുക്ക് ബ്ലഡ് എടുക്കാൻ വന്നതാണ് ഷെഫ്. അവൻ്റെ കോളേജിൽ തന്നെയുള്ള അവിടെ പഠിപ്പിക്കുന്നുണ്ടായ ഒരു ഹെഡ് ഷെഫ് ബ്ലഡ് എടുക്കാൻ വന്നപ്പോൾ അവനിങ്ങനെ എൻ്റെ ഒരു ആഗ്രഹം പറഞ്ഞു, പരിചയപ്പെട്ടപ്പോൾ അമ്മയ്ക്ക് ഇങ്ങനെ ഒരു ആഗ്രഹം ഉണ്ട് എന്നുള്ളത് പറഞ്ഞു. പിന്നെ അപ്പോൾ ഷെഫ് പറഞ്ഞു അങ്ങനെ അത്രയും ആഗ്രഹം ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് വരാൻ പറ, നമുക്ക് വർക്ക് ചെയ്തുകൊണ്ട് തന്നെ ട്രെയിനിങ് കൊടുക്കാമെന്ന് പറഞ്ഞു. പക്ഷെ നല്ല ഹാർഡ് വർക്ക് ഉണ്ടാവും. അങ്ങനെയാണ് ഞാൻ അവൻ പഠിക്കുന്ന കോളേജിലോട്ട് പോകുന്നു. ഒരു കംപ്ലീറ്റ് ബേക്കർ ആവാൻ വേണ്ടി മകൻ്റെ കോളേജിൽ അഡ്മിഷൻ പോയി. അവൻ ബോയ്സ് ഹോസ്റ്റലിൽ, ലേഡീസ് ഹോസ്റ്റലിൽ. ആദ്യമൊക്കെ ഒരു ചമ്മലുണ്ടായിരുന്നു ക്യാമ്പസിനകത്തോട്ട് കയറുമ്പം, അവൻ്റെ ഫ്രണ്ട്സൊക്കെ ഉണ്ടാവില്ല. പക്ഷെ പിന്നീട് അവൻ്റെ തന്നെ ഫ്രണ്ട്സ് എൻ്റെ അടുത്ത സുഹൃത്തുക്കൾ പോലെയായി. മകൻ്റെ ഫ്രണ്ട്സ് തന്നെയാണ് ഉമ്മയുടെ ഫ്രണ്ട്സ് ആയിട്ട് മാറി. അങ്ങനെയായില്ലേ. സോ മകൻ്റെ അടുത്ത് അവിടെ കോളേജ് ആവുന്ന സമയത്ത് യങ്സ്റ്റേഴ്സിന് ഉണ്ടാവുന്ന ഒരുപാട് കാര്യങ്ങളെല്ലാം അപ് ടു ടൈം അറിയുന്നുണ്ടായിരുന്നു. ഒരുപാട് രസകരമായ, അത് വളരെ രസകരമായൊരു അനുഭവമായിരുന്നു. അതെ അതെ അതെ. നിങ്ങൾ ഇൻസ്റ്റാഗ്രാം അതായത് സോഷ്യൽ മീഡിയ ചെക്ക് ചെയ്ത സമയത്താണ് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ഇതിൽ ചെയ്യാൻ പറ്റുമെന്ന് മനസ്സിലാക്കുന്നത്. അതെ അതെ, എനിക്ക് നമുക്ക് സ്വയം തോന്നുമല്ലോ എല്ലാവരും ചെയ്യുന്നതേ ഞാൻ ചെയ്യുന്നുള്ളൂ, അതിൽ കൂടുതലൊന്നുമില്ല. കേക്ക് ചെയ്യുന്നു, കേക്കിന് എത്ര ടേസ്റ്റി ആക്കാൻ പറ്റും എന്നെ കൊണ്ട് സാധിക്കും. ഡിസൈനിങ്ങും സാധിക്കും. ഡിസൈനിങ്ങും ഞാൻ കുറേയൊക്കെ പഠിച്ചു. ഒരുവിധം എങ്ങനെ 1 വർഷം 3-4 ക്ലാസ് ഞാൻ അറ്റൻഡ് ചെയ്യും. എവിടെ ഉണ്ടെങ്കിലും പോകും, എത്ര ദൂരെയാണെങ്കിലും പോകും. അത് ഞാൻ പറഞ്ഞില്ലേ, ഫസ്റ്റ് കേക്ക് ക്ലാസ്സിന് പോയി വന്നത് അന്ന് തൊട്ടിട്ട് ഡെയിലി എനിക്ക് തോന്നുന്നു 2 മണി 3 മണിയൊക്കെ ആവും ഞാൻ ഉറങ്ങാൻ. കുട്ടികൾ പറയും എന്താ ഇങ്ങനെയെന്ന് പറയും. അപ്പോൾ എനിക്കിത് ശരിക്കും തലക്ക് പിടിച്ചു എന്ന് പറയാം. ഭയങ്കരമായിട്ട് അതിങ്ങനെ മനസ്സിൽ കയറി. പിന്നെ ആരെന്ത് പറഞ്ഞ് കഴിഞ്ഞാലും ക്ലാസ്സിന് പോകുന്ന പറയും എത്ര ക്ലാസ്സിനാണ് പോവുക ഡെയിലി, വർഷത്തിൽ എത്ര ക്ലാസ്സിനാണ് പോകുന്നത്, പഠിച്ചില്ലേ, ഇത്രയും പഠിച്ചില്ലേ, ഇനി എന്താ പഠിക്കണ്ടേ എന്ന് ചോദിക്കും. എന്നാലും എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ വരില്ല, കംപ്ലീറ്റ് ആവാത്തൊരു ഫീലായിരുന്നു. ഒരു കംപ്ലീറ്റ് ബേക്കർ ആവാൻ നമ്മളങ്ങനെ മകൻ്റെ കോളേജിൽ അഡ്മിഷൻ എടുത്തു. അത് കഴിഞ്ഞു. ഇത് എപ്പോഴാണ് പഠിച്ചിറങ്ങുന്നത്? ഏകദേശം 6 to 7 months അവിടെ വർക്ക് ചെയ്തു.
സോ ഈ ഒരു ഏജിൽ പഠിക്കാൻ പോവാണ്, കുടുംബമുണ്ട്, എല്ലാം കൂടെ എങ്ങനെ നിങ്ങൾ മാനേജ് ചെയ്ത്? ആസ് എ വുമൺ ഐ എം വെരി ക്യൂരിയസ് ടു നോ അബൌട്ട്. അത് എങ്ങനെയാണെന്ന് വെച്ചാൽ പഠിക്കാൻ പോകുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ എല്ലാവരെയും സന്തോഷിപ്പിച്ചിട്ടെല്ലാം ചെയ്യാൻ പറ്റില്ലല്ലോ. അതെ, എല്ലാവരെയും സന്തോഷിപ്പിച്ച് നമുക്കൊന്നും ചെയ്യാൻ അപ്പോൾ പറ്റില്ല. ആർക്കും ഇഷ്ടമുണ്ടായിരുന്നില്ല, ഫസ്റ്റ് ആർക്കും ഇഷ്ടമുണ്ടായിരുന്നില്ല. പിന്നെ കുട്ടികൾ അവരൊക്കെ ഫാമിലിയിൽ വളരെ ക്ലോസ് ആയിട്ടുള്ളവർ കുഴപ്പമില്ല. ഓക്കെ. എൻ്റെ ഒരു പാഷൻ അറിയാമല്ലോ അവർക്ക്. ഫാമിലിയിൽ കുറച്ച് പേരൊക്കെ ഓക്കെ ആയിരുന്നു. പിന്നെ ഞാൻ അവിടെ ക്ലാസ്സിന് പോയ ടൈമിൽ കുറേയൊക്കെ മൊബൈൽ യൂസ് ചെയ്യുന്നതൊക്കെ നിർത്തി. പിന്നെ എല്ലാവരും വിളിച്ചിട്ട് ചോദിക്കുമല്ലോ അതെ, എന്തായി, പിന്നെ എന്തിനാണ് അങ്ങനെ പോയത് എന്നുള്ള ചോദ്യങ്ങൾ ഒരുപാട് വരും. പിന്നെ എനിക്ക് തോന്നുന്നത് ഒരു റംസാൻ ടൈമിലുമാണ് ഞാൻ പോകുന്നത്. പ്രത്യേകിച്ച് പറയണ്ടല്ലോ, വളരെ പ്രൈവറ്റ് ആക്കി വെച്ചു, അധികം ആരിലേക്കും എത്തിക്കാതെ. ആരോടും പറഞ്ഞില്ല. ആ ഗ്രോയിങ് ടൈം ആ ഒരു സമയം ഞാൻ എല്ലാവരുമായിട്ട് ഒരു കമ്മ്യൂണിക്കേഷൻ കുറച്ചു. കാരണം എനിക്കിത് കംപ്ലീറ്റ് ആക്കണം. അതെ. അപ്പം വേറെ എന്തെങ്കിലും ഒരു പ്രഷർ വരുമ്പം എൻ്റെ മറ്റുള്ള ക്ലാസ്സിലുള്ളത് വർക്കിലുള്ള ശ്രദ്ധ കുറഞ്ഞു കിട്ടും. അതുകൊണ്ട് ഞാൻ കുറച്ച് നാൾ എല്ലാവരുമായിട്ടുള്ള ആ ഒരു കമ്മ്യൂണിക്കേഷൻ കുറച്ചു. ഇതൊക്കെ കോളേജിൽ അഡ്മിഷൻ ഒക്കെ എടുത്തിരുന്ന മകൻ തന്നെയാണോ? അതെ, മകനാണ്. സന്തോഷമല്ലേ ആ കാര്യത്തിൽ? വളരെ ബ്ലെസ്ഡ് ടു ഹാവ് എ സൺ ലൈക്ക് ഹിം, റൈറ്റ്? നിങ്ങൾ പഠിച്ചിറങ്ങുന്നത് അവിടുന്ന് ഒരു 6 months ഓക്കെ 6 മാസം കഴിഞ്ഞിട്ട് പഠിച്ചിറങ്ങി വീട്ടിലെത്തി. വീണ്ടും കുറച്ച് നാൾ പരീക്ഷണങ്ങളൊക്കെ ആയി. അതിനുശേഷമാണ് ഞാനൊരു 1 month 1 or 2 monthsന് ശേഷമാണ് ഞാൻ ദുബായിലോട്ട് വരുന്നത്. പഠിച്ചു കഴിഞ്ഞപ്പോൾ പിന്നെ വേറൊരു ലക്ഷ്യം കൂടിയായി, സ്വന്തമായിട്ടൊരു സ്ഥാപനം തുടങ്ങണം. പക്ഷെ അത് ദുബായ് ആയിരുന്നില്ല ആദ്യം പ്ലാൻ ചെയ്ത്, നാട്ടിൽ തന്നെ ചെയ്യാനായിരുന്നു. അതായത് ഒരു ഷോപ്പ്, അത്രയാണ് കേട്ടോ ഞാൻ ആദ്യം ഉദ്ദേശിച്ചത്. ഒരു ഷോപ്പ് തുടങ്ങണം നാട്ടിൽ തന്നെ. പിന്നെ മാറ്റി, ദുബായിൽ നിന്നുള്ള ഒരിലേക്ക് വന്നു. ആ ഒരു ടൈമിൽ ഞാൻ ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്യുന്ന എൻ്റെ കേക്കിൻ്റെ ഫോട്ടോസ് ഇതൊക്കെ കണ്ടപ്പോൾ തന്നെ എനിക്ക് കുറേ എൻക്വയറി വന്നിരുന്നു ഇവിടുന്ന്. 1-2 കമ്പനിയിൽ നിന്നൊക്കെ വിളിച്ചു. അപ്പോൾ പോകണോ വേണ്ടോ എന്നുള്ളൊരു ഡബിൾ മൈൻഡിലായിരുന്നു. അങ്ങനെ ദുബായ് മാർക്കറ്റ് സ്വപ്നം കണ്ടിട്ടില്ല? ഇല്ല, ആദ്യം ദുബായ് മാർക്കറ്റിനെ കുറിച്ചിട്ട് ആലോചിച്ചിട്ടില്ല. പിന്നെയാണ് ഇങ്ങോട്ട് വരുന്നതും ഇവിടെ സ്റ്റാർട്ട് ചെയ്തതും. ഒരു 6 മാസം ഉണ്ടായിരുന്നു, പിന്നെ ചെറിയൊരു ബ്രേക്ക് എടുക്കേണ്ടി വന്നു. UAE മാർക്കറ്റിലേക്ക് വന്നിട്ട് ഇവിടെ തന്നെ നമ്മുടെ ഫസ്റ്റ് റൂട്ട്സ് ഇവിടെ ആയിരിക്കണം എന്ന് ചിന്തിച്ചത് എപ്പോഴാണ്, അല്ലെങ്കിൽ എങ്ങനെയാണ് ആ ഒരു ഐഡിയയിലേക്ക് എത്തിയത്? അല്ല, ഷോപ്പ് തുടങ്ങണം എന്നുള്ളത് നാട്ടിലായിരുന്നു ഞാൻ ആഗ്രഹിച്ചത്. ദുബായിലോട്ട് വന്നത് ഒരു പ്രൊഡക്ഷൻ യൂണിറ്റും ആ ഒരു ഡിസ്ട്രിബ്യൂഷൻ എന്നുള്ള രീതിയിലുള്ളൊരു ബിസിനസ്സിലോട്ട് അങ്ങനെ ചിന്തിച്ചിട്ട് തന്നെ വന്നതാണ്. പ്രൊഡക്റ്റ് മാർക്കറ്റിലിറക്കി 6 മാസം കൊണ്ട് തന്നെ നമ്മൾ വിചാരിച്ചതിലും നല്ലൊരു ക്വാണ്ടിറ്റി ചെയ്യാൻ വേണ്ടി പറ്റി. അപ്പം ജനങ്ങൾ ശരിക്കും ആക്സെപ്റ്റ് ചെയ്തു. മലയാളീസ് അറിയാമല്ലോ, കാര്യമായിട്ട് എടുത്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും മലയാളികളുടെ ഒരു പവർ അല്ലെങ്കിൽ ഒരു കഴിവ് തന്നെയാണ്. മനസ്സ് കയറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ ഇരിക്കും. ഇത്താൻ്റെ ക്രീം ബണ്ണ് അല്ലെങ്കിൽ താത്താൻ്റെ ബണ്ണ് തരുമോ എന്ന് ചോദിച്ചിട്ട് ഷോപ്പിൽ പോകുന്ന ആളുകളാണ് കൂടുതലുള്ളത്. ബിക്കോസ് ഈ ഒരു 6 മാസം കൊണ്ട് തന്നെ യു ബിൽഡ് ആൻ എംപയർ ഹിയർ. എനിക്ക് സംശയമുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ലോഗോ ചേഞ്ചായി, പാക്കിംഗ് ചേഞ്ചായി, പെട്ടെന്നൊരു ഡ്രാസ്റ്റിക് ചേഞ്ച് വന്നു എല്ലാത്തിലും. ഈ ഒരു ഇൻ്റർവ്യൂ എടുക്കാൻ വേണ്ടി ഞാൻ ഇരുന്ന സമയത്ത് തന്നെ ഐ ഹാവ് എ സ്റ്റഡി അബൌട്ട് ദാറ്റ്. അപ്പോൾ ആളുകൾ ചോദിച്ച കാര്യമാണ്, 2 പാക്കിംഗ് ഉണ്ട്, എന്താണ് ഡിഫറൻസ് ആർക്കും മനസ്സിലാവുന്നില്ല. സോ അതിനെപ്പറ്റി ഒന്ന് ബ്രീഫ് ചെയ്യൂ. ആദ്യത്തെ ലോഗോ ഞാൻ ഇതുപോലെ സ്കാർഫ് ചെയ്തിട്ടുള്ളതാണ്. ഇപ്പോൾ രണ്ടാമത്തേത് കണ്ടിട്ടുണ്ടാവുമല്ലോ, അങ്ങനെയല്ല, ഒരു ടർബൻ കെട്ടിയിട്ടുള്ള അങ്ങനെയാണ്. അപ്പോൾ പാക്കിങ്ങും കംപ്ലീറ്റ് ചേഞ്ച് ചെയ്തു, ലോഗോ ചേഞ്ച് ചെയ്തു, പാക്കിങ്ങിൽ വ്യത്യാസം വരുത്തി. നല്ലൊരു മാറ്റം വേണമല്ലോ. റീബ്രാൻഡിങ് എന്താണ് റീബ്രാൻഡിങ്ങിൻ്റെ ബാക്കിലുള്ളത്? വൈ ഒരു സഡൻ റീബ്രാൻഡിങ്? ആദ്യം തന്നെ ഇവിടെ വന്നിട്ട് ഒരു കമ്പനിയായിട്ട് കൊളാബ് ചെയ്തിട്ടാണ് ഒരു 6 മാസം പ്രോഡക്റ്റ് മാർക്കറ്റിൽ ഇറക്കിയത്. കഴിച്ചിട്ടുണ്ടാവുമല്ലോ നവ്യ? പിന്നെ അതാ ഞാൻ പറഞ്ഞത്, താത്താൻ്റെ ക്രീം ബണ്ണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ഫേമസ് ആണ്. ഒരുപാട് നമ്മൾ കഴിച്ച് ആ ഒരു ടേസ്റ്റിലാണ് എല്ലാവരും ഇരിക്കുന്നത്. ബിക്കോസ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നൊരു ടേസ്റ്റാണ് അതിലുള്ളത്. അതുകൊണ്ടാണ് ഞാൻ ഇത്ര ക്യൂരിയസ് ആയത് ഓരോ കാര്യങ്ങൾ ചോദിക്കാൻ വേണ്ടിയിട്ട്. 6 months ഞാൻ അങ്ങനെ ഒരു കമ്പനിയുടെ കൂടെയായിരുന്നു. പിന്നീട് സെൽഫായിട്ട് ചെയ്യണമെന്ന് തോന്നി. പിന്നെ ഈ 6 മാസം ബ്രേക്ക് എടുത്തത് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കത് വളരെ ഉപകാരപ്പെട്ടു. മാർക്കറ്റിനെ കുറിച്ച് പഠിക്കാനും കൂടുതൽ പ്രൊഡക്റ്റിനെ കുറിച്ച് പഠിക്കാനും പിന്നെ
ദുബായിലെ അങ്ങനെയുള്ള മറ്റെല്ലാ കാര്യങ്ങളും ദുബായ് മാർക്കറ്റ് എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി എടുത്തൊരു ബ്രേക്ക്. അതിന് വേണ്ടിയിട്ട് ആ ഒരു സമയം എനിക്ക് പ്രയോജനപ്പെട്ടു. അതാണ്. ഇൻഷാല്ല അതേപോലെ തന്നെ ഒരു നല്ല തിരിച്ചുവരവ് നടത്തിയിരിക്കുകയാണ് ജന്നത് ബേക്ക്. സോ ഫസ്മി എന്ന് പറഞ്ഞ ബേക്കർ അല്ലെങ്കിൽ ഫസ്മി എന്ന സ്ത്രീ ഈ ഒരു ബേക്കിംഗ് രംഗത്തേക്ക് ഇറങ്ങിയിട്ട് ജന്നത് ബേക്സിന് ഒരു റൂട്ട്സ് വെച്ചു, അവരുടേതായ സ്വന്തം ഒരു എംപയർ ഉണ്ടാക്കി. എന്തൊക്കെയാണ് ഇതിലിപ്പോൾ? കേക്ക്സ് വരുന്നുണ്ടോ? ക്രീം ബൺ മാത്രമാണോ? എന്തൊക്കെ? അല്ല, ക്രീം ബണ്ണ് മാത്രമായിരിക്കില്ല, വേറെയും പ്രൊഡക്റ്റുകൾ വരും. സസ്പെൻസസ് വെയിറ്റിംഗ് അല്ലേ? ശരി, ഫസ്മി ജന്നത് ബേക്സ് യു എയിലേക്ക് കൊണ്ടുവരുമ്പോൾ ഒരു സ്ത്രീയുടെ മാത്രം ഡിറ്റർമിനേഷൻ ആൻഡ് എംപവർമെൻ്റ് ആണ്. സോ ആസ് എ വുമൺ എങ്ങനെയാണ് നിങ്ങളെ തന്നെ നോക്കി കാണുന്നത്? ഒരു കുഞ്ഞുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെ ടേക്ക് കെയർ ചെയ്യും നവ്യ? അതെ. അപ്പോൾ അതുപോലെ തന്നെ ഒരുപാട് സ്ട്രഗിൾ ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അത്ര ഒരുപാട് ഈസിയാണെന്ന് കരുതിയിട്ട് ബിസിനസ്സിൽ ഇറങ്ങിയ ആളല്ല ഞാൻ. ഓക്കെ. എനിക്ക് നേരത്തെ തന്നെ എൻ്റെ ഉപ്പ ഒരു ബിസിനസ്സുകാരനായിരുന്നു. ഓക്കെ. അതുകൊണ്ട് തന്നെ അറിയാം ഒരുപാട് സ്ട്രഗിൾ ചെയ്യേണ്ടി വരും, ഒരുപാട് ഉയർച്ചയും താഴ്ചയും ഉണ്ടാവും. അപ്പോൾ എന്ത് വന്നാലും നേരിടുന്നില്ല ആ ഒരു തീരുമാനത്തോടു കൂടി തന്നെയാണ് ഇതിലേക്ക് ഇറങ്ങിയത്. നേരത്തെ നമ്മൾ സംസാരിച്ചപ്പം ഒരു 6 മാസത്തെ ബ്രേക്കിനെ പറ്റി സംസാരിച്ചു. ഈ ഒരു സമയത്ത് എന്തൊക്കെ സ്ട്രാറ്റജീസ് ആണ് ബിസിനസ് രംഗം അല്ലെങ്കിൽ മാർക്കറ്റിൽ ഇത്രയും കാര്യങ്ങൾ ഞാൻ ചേഞ്ച് ചെയ്യണം, എന്തൊക്കെ ചെയ്തു? എന്തൊക്കെ കാര്യങ്ങളാണ് ബിസിനസ്സിന് വേണ്ടിയിട്ട്? വാട്ട് ആർ ദ സ്ട്രാറ്റജീസ് യു ടേക്കൺ ഫോർ യുവർ സെൽഫ്? ആ ഒരു 6 മാസം കഴിഞ്ഞിട്ട് ബ്രേക്ക് എന്ന് പറഞ്ഞില്ലേ, ആ ബ്രേക്ക് എന്ന് പറഞ്ഞത് മാർക്കറ്റ് സ്റ്റഡി ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനത് ഉപയോഗിച്ചിട്ടുണ്ട് ആ ഒരു സമയം. പിന്നെ എൻ്റെ ലൈഫിലെ ഏറ്റവും വലിയൊരു സ്ട്രഗിൾ പീരീഡ് എന്ന് പറയാം. ഇറ്റ്സ് ഓക്കെ ഇത്ത, കരയാനുള്ള അല്ല. ഈ ആ ഒരു ജേർണി എന്ന് പറഞ്ഞാൽ ആലോചിക്കുമ്പോൾ യു വോണ്ട് ടു ബി വെരി പ്രൗഡ് അബൌട്ട് യുവർ സെൽഫ്. എനിക്കത് കേൾക്കാൻ ഭയങ്കര ക്യൂരിയോസിറ്റി ഉണ്ട്. ഒരു സ്ത്രീ എന്ന നിലയിൽ ഒരുപാട് ലൈക്ക് ഐ എം വെരി പ്രിവിലേജ് ടു സിറ്റ് ഇൻ ഫ്രണ്ട് ഓഫ് യു. സോ അതിനെപ്പറ്റി ഒന്ന് സംസാരിക്കാമോ? ആ ഒരു ബ്രേക്ക് എടുത്ത ടൈം എന്ന് പറയുന്നത് എൻ്റെ ലൈഫിലെ ഏറ്റവും വലിയ എക്സ്പീരിയൻസ് ആയിരുന്നു. ഇനി എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ പാട് അത് തന്നെയായിരിക്കും. അത്രയും വലിയ സ്ട്രഗിളും എല്ലാം ഒരുപാട് കാര്യങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് അത് അങ്ങനെ നേരിടേണ്ടി വന്നു എന്ന് കരുതിയിട്ട് ഞാനിപ്പോൾ പറയുമ്പോൾ ഇമോഷണൽ ആവുമെങ്കിലും ഹാപ്പി. ഇപ്പം ഞാനത് വിചാരിക്കുമ്പോൾ ചിലത് നല്ലതാണ്. നമ്മൾ പറയാറില്ലേ, എന്തെങ്കിലും ഒരു വീഴ്ച വരുമ്പം അതിൻ്റെ ഒരു മോശം വശം മാത്രം നമ്മൾ കാണാൻ പാടില്ല അല്ലേ? അതിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ടാവും. അങ്ങനെ നല്ലൊരു എക്സ്പീരിയൻസ്. വീഴ്ചയൊന്നും അല്ല, അതൊന്നും ഒരുപാട് പഠിച്ചിട്ടാണ് ജന്നത് ബേക്സ് വീണ്ടും വന്നത്. അതുകൊണ്ട് അത്രയും ഇപ്പോൾ ഒന്നൊരു പ്രശ്നമല്ല. ഇനി മുമ്പിലൊരു പ്രതിസന്ധി വന്നു കഴിഞ്ഞാൽ എന്ത് പ്രതിസന്ധി വന്നാലും എനിക്ക് നേരിടാൻ പറ്റും എന്നുള്ളൊരു ആത്മവിശ്വാസമുണ്ട്, കോൺഫിഡൻ്റ്. സന്തോഷമുണ്ട് കേൾക്കുന്നതിൽ. ഒരു സ്ത്രീ എന്ന നിലയിൽ നിങ്ങൾ സ്വന്തമായിട്ട് ഉണ്ടാക്കിയെടുത്തൊരു സ്ഥാപനം ആളുകളുടെ അടുത്തേക്ക് എത്തുകയും അതിൽ ഒരുപാട് കാര്യങ്ങൾ ഫേസ് ചെയ്യും. ഒരു 6 മാസം അല്ലെങ്കിൽ ഇത്ര ഒരു ടൈം പീരീഡിൽ മൊത്തം ഡൗൺ ആയിട്ട്, പക്ഷെ അവിടെ വീണ് പോകേണ്ടതല്ല, ഒരു തോറ്റു പോയിട്ട് ഇരിക്കേണ്ടതല്ല, അത് വേറൊരു ചാപ്റ്റർ മാത്രമായിരുന്നു. അവിടുന്ന് അഗെയിൻ ഒരു റീബർത്ത് പോലെ വന്നിരിക്കുകയാണ്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, നമ്മളിപ്പോൾ ഒരു ബിസിനസ്സിലോട്ട് ഇറങ്ങുമ്പം ഏതൊരു പ്രതിസന്ധിയും തരണം ചെയ്യാൻ പറ്റും എന്നുള്ള ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ ഇറങ്ങേണ്ടതുള്ളൂ അല്ലേ? നല്ല അതിൻ്റെ നല്ലതും എല്ലാം എല്ലാ സ്ട്രഗിളും പല പ്രതിസന്ധിയും മറികടക്കേണ്ടതായിട്ട് വരും. അതെല്ലാം മാനസികമായി അതിന് ഇനിയിപ്പം ബിസിനസ്സിലോട്ട് ഇറങ്ങാൻ ഉദ്ദേശിക്കുന്ന ഇനിയിപ്പോൾ ലേഡീസ് ആയാലും എനിക്ക് പറയാനുള്ളത് അത് തന്നെയാണ്. അടുക്കളയിലിരിക്കുന്ന പല സ്ത്രീകൾ അല്ലെങ്കിൽ ഒരു കുടുംബത്തിനെ നോക്കുന്ന സ്ത്രീകൾ, അവർക്ക് എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാവും, എനിക്ക് എൻ്റെ സ്വന്തം കാലിൽ നിൽക്കണം. ആഗ്രഹങ്ങൾ ഉള്ളിൽ ഒതുക്കി ജീവിക്കുന്ന സ്ത്രീകൾ നമുക്ക് ചുറ്റിലുമുണ്ട്. സോ ഇവർ മുന്നോട്ടേക്ക് വരികയാണെങ്കിൽ ഇവർക്ക് കൊടുക്കാനുള്ള ഒരു മോട്ടിവേഷൻ, നമുക്ക് ചെയ്യാനുള്ള എന്താണ്, അവർക്ക് ഒരു പ്രചോദനം പോലെ എന്താണ് കൊടുക്കാനുള്ളത്? ഏതൊരു ലേഡിക്ക് എന്തെങ്കിലും ഒരു കഴിവുണ്ടാവും അല്ലേ? എന്തെങ്കിലുമായിട്ട് ഉണ്ടാവും. നമ്മൾ ഒന്നുമില്ലാന്ന് കരുതുന്ന ഇപ്പോൾ എൻ്റെ ഉമ്മയായാലും വീട്ടമ്മയാണ് അല്ലേ? എന്നാലും ഉമ്മാക്ക് ഉമ്മാൻ്റേതായ നമ്മൾ അത്രയും നമ്മൾ സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ അവർ ചെയ്യുന്ന ഓരോ കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു കഴിവുണ്ടാവും.
അപ്പോൾ ഉള്ള കഴിവിനെ നമ്മളൊരു പാഷനായിട്ട് അത്രയും നമ്മൾ പറയാറില്ലേ അതിതീവ്രമായിട്ട് നമ്മൾ ആഗ്രഹിക്കുന്നത് അല്ലേ, നമ്മളെ കൊണ്ട് സാധിക്കും, ട്രൈ ചെയ്താൽ സാധിക്കും, നമ്മൾ അതിന് വേണ്ടിയിട്ട് പരിശ്രമിച്ചാൽ സാധിക്കും. ഈ അടുക്കളയിൽ ഒതുങ്ങുന്ന സ്ത്രീകൾ എന്ന് പറയുമ്പോഴും അവർക്കും അവരുടേതായ കഴിവുകളുണ്ട്. അപ്പോൾ ഉള്ള കഴിവ് എന്താണോ അതിനെ നമ്മൾ സ്വയം മനസ്സിലാക്കണം. നമ്മൾ ആദ്യം സ്വയം തിരിച്ചറിയണം, സ്വയം മോട്ടിവേറ്റ് ചെയ്യണം. നമ്മൾ തന്നെ നമ്മളെ മോട്ടിവേറ്റ് ചെയ്യണം. വേറെ ആരെങ്കിലും വന്ന് മോട്ടിവേറ്റ് ചെയ്യുമെന്ന് പ്രതീക്ഷിച്ച് നിൽക്കരുത്. ആർക്കും വേണ്ടി കാത്തിരിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ തന്നെ നമ്മളെ മോട്ടിവേറ്റ് ചെയ്യുക. ഇപ്പോൾ വീട്ടിൽ നിന്ന് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ പുറത്തേക്ക് ഇറങ്ങാൻ താല്പര്യമില്ലാത്തവർക്ക് വീട്ടിൽ നിന്ന് ചെയ്യാമല്ലോ. ഇനി പുറത്തിറങ്ങി ബിസിനസ്സിലോട്ട് ഇറങ്ങാൻ താല്പര്യപ്പെടുന്നവരാണെങ്കിൽ അങ്ങനെയും ഞാൻ പറഞ്ഞ പോലെ പക്കാ ബിസിനസ്സിലേക്ക് തന്നെ ഇറങ്ങാൻ ഉദ്ദേശിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ മാനസികമായിട്ട് നമ്മൾ അതിനൊക്കെ തയ്യാറെടുത്ത് ഏത് പ്രതിസന്ധി വന്നതിനാലും നമ്മളത് നേരിടും. ഇതൊക്കെ ഇതിൻ്റെ ഒരു ഭാഗമാണ്. ഏത് വീഴ്ച വന്നതിനാലും അതിൻ്റെ മോശം വശം മാത്രം കാണാതെ അതിനൊരു എക്സ്പീരിയൻസ് ആയിട്ട് കാണാം. എല്ലാം ഒരു ലൈഫിൽ ഉണ്ടാവുന്ന എന്തൊരു കാര്യം അത്രേ ഉള്ളൂ, അത് ഒരു എക്സ്പീരിയൻസ് ആയിട്ട് എക്സ്പീരിയൻസുമാണ്. അതെ, എക്സ്പീരിയൻസ് നമ്മൾ കുറച്ചും കൂടി ചില കാര്യങ്ങളിൽ സ്ട്രോങ് ആക്കാൻ വേണ്ടി നിൽക്കും. ഈ ലൈഫിൽ ഉണ്ടാകുന്ന ഓരോ എക്സ്പീരിയൻസുമാണ് നമ്മളെ മോൾഡ് ചെയ്തെടുക്കുന്നത്, സ്ട്രോങ് ആക്കുന്നത്. സോ എല്ലാ സ്ത്രീകൾക്കും അവരവരുടെ കഴിവുകൾ തിരിച്ചറിയുക, മുന്നോട്ടേക്ക് വരിക. സോ ഒരു ബിസിനസ് തുടങ്ങാൻ നിൽക്കുന്ന ഒരാൾക്ക്, അല്ലെങ്കിൽ ആണോ പെണ്ണോ, നമുക്കിതിൽ അങ്ങനെ ജെൻഡർ ഒന്നുമില്ല, ഒരു മനുഷ്യനായി കഴിഞ്ഞാൽ അവരോട് പറഞ്ഞു കൊടുക്കാനുള്ള കാര്യങ്ങൾ എന്തായിരിക്കും ഒരു ബിസിനസ്സിലേക്ക് ഇറങ്ങുക എന്നുള്ള നിലയിൽ? എനിക്ക് തോന്നുന്നു എൻ്റെ എക്സ്പീരിയൻസാണ് ഞാൻ പറയാം. അപ്പം എൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ബിസിനസ്സിലേക്ക് ഇറങ്ങുമ്പോൾ നമ്മൾ ആദ്യം പഠിച്ചിരിക്കേണ്ടത് അല്ലെങ്കിൽ ഒരു ഡിസിഷൻ മേക്കിംഗ്. ഏത് കാര്യവും തീരുമാനിക്കാനുള്ള ഒരു കറക്റ്റ് ടൈമിൽ തീരുമാനിക്കാനുള്ളൊരു ആ ഒരു കഴിവ്. കാരണം അത് നമ്മൾ ആ ഒരു പോയിന്റിൽ നമുക്കത് തീരുമാനിക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ, ആ ഒരു ഡിസിഷൻ എടുക്കാൻ നമുക്ക് സാധിച്ചിട്ടില്ലെങ്കിൽ, ഒന്ന് ഫൈനാൻഷ്യലി ലോസ് വരും, രണ്ട് നമ്മളെ ടൈം, അതിനേക്കാൾ വാല്യുബിളാണ് ടൈം ആൻഡ് എഫേർട്ട്. ഇതെൻ്റെ എക്സ്പീരിയൻസാണ് ഞാൻ പറയുന്നത്. നമ്മുടെ ടൈം ആൻഡ് എഫേർട്ട് കംപ്ലീറ്റ് പോകും. അപ്പോൾ തീരുമാനിക്കേണ്ടത് ആ ഒരു ഇത് അപ്പം തന്നെ എടുത്തോളാം, ആ ഒരു ടൈമിൽ തന്നെ എടുത്തോളാം. നാളെ എന്നില്ലേ ആ ഒരു സമയത്തേക്ക് നീട്ടി വെക്കാൻ പാടില്ല. ഈ നിമിഷം എടുത്തോളാം. എന്ത് തീരുമാനിക്കാലും അപ്പം തന്നെ ചെയ്തോളാം. ബിസിനസ്സിലോട്ടുള്ളത് ഞാൻ പറയുന്നത്, തീരുമാനം പിന്നെ അല്ലെങ്കിൽ നാളെ ചെയ്യാം, നാളെ ആവാം. ഞാൻ മനസ്സിലാക്കിയ എൻ്റെ എക്സ്പീരിയൻസാണിത്. അതാണ് ആദ്യം വേണ്ടത്. പിന്നെ വേണ്ടത് ട്രസ്റ്റാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു ബിസിനസ്സിലോട്ട് ഇറങ്ങുമ്പം ഏത് കാര്യവും ആൾക്കാർ വാക്കുകൾ കൊണ്ട് പറയുന്നത് കേട്ടിട്ട് ഒന്നിലേക്ക് ഇറങ്ങാൻ പാടില്ല. ഇനിയിപ്പോൾ ലേഡീസ് ആയാലും നമ്മളിപ്പോൾ ഇൻ്റർവ്യൂ കേൾക്കുന്ന ലേഡീസിനോട് എനിക്ക് പ്രത്യേകം പറയാനുള്ളത്, ഏത് കാര്യവും ആരുടെയും വാക്ക് കേട്ടിട്ടൊന്നും ഒന്നും ചെയ്യാൻ നിൽക്കരുത്. അഥവാ ചെയ്യുമ്പം തന്നെ പറയുന്ന വാക്കുകൾ ഒരു എഗ്രിമെൻ്റ് ഉണ്ടാക്കാം. എല്ലാം എഴുത്തിലൂടെ ആയിരിക്കണം. എഗ്രിമെൻ്റ് ഉണ്ടാക്കി ആ ഒരു പ്രോപ്പർ വേ. വാക്കുകൾ കേട്ടിട്ട് ഒന്നിലേക്ക് ഇറങ്ങിത്തിരിക്കരുത്. ഒരാളുടെ മോഹവാഗ്ദാനത്തിലും വീണു പോകരുത്. ഒരു വലിയൊരു ബ്രേക്ക് എടുത്തു, അതിന്നൊരു ഫിനിക്സ് ബേർഡിനെ പോലെ തന്നെ അഗെയിൻ പുറത്ത് വന്നു. നമ്മുടെ UAE മാർക്കറ്റിൽ, അല്ലെങ്കിൽ ഈ ഒരു മാർക്കറ്റിൽ തന്നെ അഗെയിൻ ക്രിയേറ്റഡ് ദ ജന്നത്ത് ബേക്സ്, ആ ഒരു പേര് അഗെയിൻ ആളുകളിലേക്ക് എത്തിച്ചു. പുതിയ ഭാവത്തിൽ പുതിയ രൂപത്തിൽ എന്ന് പറഞ്ഞ പോലെ. സോ യു ആർ റിയലി ഹാപ്പി അബൌട്ട് ദിസ്, റൈറ്റ്? ഇനി പറഞ്ഞൊരു എന്തൊക്കെയാണ് പുതിയ കാര്യങ്ങൾ എന്തൊക്കെയാണ് വരുന്നത്? ഇപ്പം ക്രീം ബണ്ണുണ്ട്, ഒരുപാട് കാര്യങ്ങൾ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട് എന്നറിയാം. വരാൻ പോകുന്ന കാര്യങ്ങൾ പറയുന്നില്ല. പോയിന്റ് ടു ബി നോട്ടഡ്. ഓക്കെ, വരാനിരിക്കുന്നത് വലിയ സന്തോഷങ്ങളും വലിയ മധുരങ്ങളുമാണ്. ഒരുപാട് സന്തോഷമുണ്ട് ഇത്രയും നേരം നമ്മുടെ കൂടെ മൂവി വേൾഡിൻ്റെ കൂടെ ചെലവഴിച്ചതിനും. എൻ്റെ പേഴ്സണലായിട്ട് ഞാൻ പറയാണ്, ഐ എം സോ ഗ്ലാഡ് ടു ബി വിത്ത് യു ഹിയർ. ഹെർ വോയിസ് എന്ന സെഗ്മെൻറ്റിന് എന്തുകൊണ്ടും ഒരു ഫസ്റ്റ് ഗസ്റ്റ് എന്ന നിലയിൽ തന്നെ താങ്കൾ ഇവിടെ ഇരിക്കാൻ ആപ്റ്റാണ്. ബിക്കോസ് അത്രയും താഴ്ചയിൽ വന്നു, എഗെയിൻ മുകളിലേക്ക് കയറി വന്നു. ആ ഒരു ഗ്രോത്ത് നമുക്ക് വിസിബിളാണ്, ആളുകൾ അറിയാണ്. ഒന്നും അറിയില്ല എന്ന് പറഞ്ഞ ആളുകളെ കൊണ്ട് തന്നെ കയ്യടി വാങ്ങിപ്പിച്ച സ്ത്രീയാണ് നിങ്ങൾ.
ഐ എം സോ ഗ്ലാഡ് ഫോർ ദാറ്റ് ആൻഡ് താങ്ക് യു ഫോർ ബീങ് ഹിയർ ടുഡേ. താങ്ക് യു നവ്യ.